ഹായ് ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെട്ടിട നിർമ്മാണ പെർമിറ്റ്, റെഗുലറൈസേഷൻ എന്നിവയ്ക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ അടവാക്കിയ തുക തിരികെ ലഭിക്കുന്നതിന് എങ്ങനെ ഓൺലൈൻ ആയി അപ്ലൈ ചെയ്യാം എന്നാണ്. ഇതിനുവേണ്ടി ഗൂഗിളിൽ സിറ്റിസൺ സർവീസ് പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ലഭ്യമാകുന്ന ഫസ്റ്റ് ലിങ്ക് citizen.lsgkerala.gov.in എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു സൈറ്റിൽ ആദ്യമായി കയറുന്നവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുടെ ആധാറിലുള്ളതുപോലെ പേരും മൊബൈൽ നമ്പറും കൊടുത്തു കഴിഞ്ഞ് ഒതൻറ്റിക്കേഷൻ വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി ഓൾറെഡി ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവർ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ആയിരിക്കും യൂസർ നെയിം എന്ന് പറയുന്നത്. പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്തതായിരിക്കും. അതിനുശേഷം കുറച്ച് താഴോട്ട് വരിക, മൗസ് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ കുറച്ച് താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ മുഖേനയും ചെയ്യാവുന്നതാണ്. ഈ ഒരു സൈറ്റിൽ തന്നെയാണ്. ഗൂഗിൾ ക്രോമിൽ കയറി ഈ ഒരു സൈറ്റ് എടുക്കുക, എന്നിട്ട് ഇതേപോലെ ലോഗിൻ ചെയ്യുക. അങ്ങനെ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെട്ടിട നിർമ്മാണം എന്ന ഓപ്ഷനിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റ്, അപേക്ഷ ഫീസ്, പെർമിറ്റ് ഫീസ്, റെഗുലറൈസേഷൻ ഫീസ് എന്നിവ തിരികെ ലഭിക്കുന്നുള്ള അപേക്ഷ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ജില്ല സെലക്ട് ചെയ്യുക. നിങ്ങൾ ഏത് ജില്ലയിലാണോ ഉള്ള ബിൽഡിങ്ങിനാണോ അപേക്ഷ നൽകിയത് അത്. അതിനുശേഷം ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്യുക. ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് സെലക്ട് ചെയ്യുക. അപേക്ഷകൻ വ്യക്തിഗതമാണോ സംയുക്തമാണോ സ്ഥാപനമാണോ അത് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഏത് വിഭാഗമാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. സേവ് ചെയ്ത് നെക്സ്റ്റ് അടുത്തത് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപേക്ഷകൻ്റെ വിവരങ്ങൾ നൽകാനാണ്. നിങ്ങളുടെ ഏതെങ്കിലും ലിസ്റ്റ് ചെയ്യുന്ന ID കാർഡിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുക. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ പ്രൊഫൈലിൽ നിന്ന് വിവരം എടുക്കുക എന്നൊരു ഓപ്ഷൻ കാണാം. തദ്ദേശ ഭരണ സ്ഥാപനത്തിലുള്ളവരാണെങ്കിൽ തദ്ദേശ പരിധിക്കുള്ളിൽ എന്നുള്ളതും, അല്ലെങ്കിൽ മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനത്തിനുള്ളിലാണെങ്കിൽ കേരളത്തിനുള്ളിൽ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യുക. ഒരാൾക്ക് മറ്റൊരു തദ്ദേശ ഭരണ സ്ഥാപനത്തിന് ബിൽഡിംഗ് ഉണ്ടാവുമല്ലോ, അത്തരം കേസുകളിലാണ് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടാണെങ്കിൽ പ്രൊഫൈലിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്ന ഓപ്ഷൻ നൽകിയാൽ ഈ ഭാഗങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാവുന്നതാണ്. ഞാൻ ഇനി കത്തിടപാടുകൾ നടത്തുന്നതിനുള്ള മേൽവിലാസം നൽകുക. അത് സ്ഥിര മേൽവിലാസത്തിന് സെയിമാണെങ്കിൽ അത് സമാനമാണെന്ന ടിക്ക് കൊടുത്ത് സേവ് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ ഒന്നെങ്കിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ മുകളിലുള്ള കോളത്തിൽ ടൈപ്പ് ചെയ്ത് നൽകാം. മുകളിലുള്ള ഒരു കോളത്തിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അപേക്ഷ അറ്റാച്ച് ചെയ്യുകയാണ്. അപേക്ഷ അറ്റാച്ച് ചെയ്യുമ്പോഴേ ആ അപേക്ഷയുടെ പേര്, അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ എന്നൊരു എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. എന്നിട്ട് ചൂസ് ഫയൽ വഴി ആ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ പ്രിവ്യൂ അവിടെ കാണാൻ കഴിയും. അത് ജസ്റ്റ് സേവ് ചെയ്യുക. അതിനുശേഷം അപേക്ഷകയുമായി ഈ അപേക്ഷ, ഇപ്പോൾ നമ്മൾ ഏത് വാർഡിലാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പേയ്മെൻറ്റ് ചെയ്തത്, ആ വാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് അവിടെ എന്തെങ്കിലും തപാലുകൾ വരുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണ് വേണ്ടത് എന്ന് സെലക്ട് ചെയ്യുക. സേവ് ചെയ്യുക. മുന്നോട്ട് പോവുക. ഇനി ഇതിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട വിവരങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക്, അതിലെ അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ അക്കൗണ്ട് ഉടമയുടെ പേര്, ബാങ്കിൻ്റെ പേര്, IFSC കോഡ് ഇവ കാണാൻ സാധിക്കണം. പിന്നെ നിങ്ങൾക്ക് ലഭ്യമായ ബിൽഡിംഗ് പെർമിറ്റിൻ്റെ പ്രിൻ്റ്, അതല്ല റെഗുലറൈസേഷൻ ആണെങ്കിൽ സഞ്ജയ സോഫ്റ്റ്വെയറിൽ നിന്ന് ലഭിക്കുന്ന ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങൾ അടച്ച ഫീസുകളുടെ റെസിപ്റ്റുകൾ ഉണ്ടാകുമല്ലോ, അത് അപ്ലോഡ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ, മുന്നുള്ള ആപ്ലിക്കേഷൻ തന്നെ ഇവിടെയും അപ്ലോഡ് ചെയ്താൽ മതിയാകും. അങ്ങനെ ഓരോന്നും അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത ഫയൽ നിങ്ങൾക്ക്
അതിലുള്ളൊരു ആ കണ്ണിൻ്റെ ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. അതിൽ അപ്ലോഡ് ചെയ്തത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ വലതുവശത്തുള്ള ആ ഒരു ഡിലീറ്റ് ബട്ടൻ്റെ ഒരു സിമ്പൽ ഉണ്ടായിരിക്കും, ഒഴിവാക്കുക എന്നുള്ളതിന് താഴെയായിട്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത അറ്റാച്ച്മെൻറ്റ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇത്രയും ചെയ്ത് നിങ്ങൾ അടുത്തത് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു സത്യപ്രസ്താവന ഉണ്ടായിരിക്കും. ഇവിടെ നിങ്ങളുടെ അപേക്ഷയിൽ നിങ്ങൾ കൊടുത്ത വിവരങ്ങൾ കംപ്ലീറ്റ് ഉണ്ടായിരിക്കും. അതിന് നിങ്ങൾ അറ്റാച്ച് ചെയ്ത സംഭവങ്ങളുണ്ടായിരിക്കും. ആ ഒരു ഡിക്ലറേഷൻ ഉണ്ട് താഴെ, ഒരു സത്യപ്രസ്താവന പോലെയുള്ള ഒരു സംഭവം. അതിനെ ലെഫ്റ്റ് സൈഡിൽ ടിക്ക് ചെയ്യുക. എന്നിട്ട് താഴെയുള്ള ആ ഒരു ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് സമർപ്പിക്കുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു റെസിപ്റ്റ് ജനറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ഭാവിയിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പഞ്ചായത്തിലൊക്കെ നിങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ ഈ ഒരു അപേക്ഷാ നമ്പർ എന്ന ഭാഗത്തുള്ള ആ ഒരു നമ്പറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ. വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.